തിരികെ വാർത്തകളിലേക്ക്. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികൾ ഒളിവിലെന്ന് റിപ്പോർട്ട്. കുടുംബാംഗങ്ങളുടെ പക്കലും കൃത്യമായ വിവരമില്ല. ഗുജറാത്തിലെ രഥിക്പൂർ, സിംഗ്വാദ് എന്നീ 2 ഗ്രാമങ്ങളിലാണ് കേസിലെ 9 പ്രതികളും താമസിക്കുന്നത്. ചിലർ വീടുകളിൽ നിന്ന് പോയി ഒരാഴ്ചയായെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. PJ അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വളരെ നിർണായകമായ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഈ പ്രതികളൊന്നും ഇവരെ ആരെയും ഈ താമസ സ്ഥലത്തൊന്നും കാണാനില്ല എന്നത് തരത്തിൽ കുറച്ച് അധികം ദിവസമായി ഇപ്പോൾ അന്വേഷണം അടക്കം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? കാവ്യ, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി ഈ കൊടും കുറ്റവാളികളെ ഈ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് അത് റദ്ദാക്കിക്കൊണ്ട് ഈ പ്രതികൾക്ക് വീണ്ടും തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇവരെ തിരിച്ച് ജയിലിലേക്ക് ഇവരെ എത്തിക്കുവാൻ വേണ്ടി അവർക്ക് 2 ആഴ്ച സമയം നൽകിയിരുന്നു. ഈ ഒരു സ്ഥിതി നിൽക്കുമ്പോഴാണ് ഈ ബിൽക്കിസ് ബാനു കേസിലുള്ള കുറ്റവാളികൾ എല്ലാവരും 11 പേരെയും കാണാനില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. ഗുജറാത്തിലെ രന്ദിക്പൂർ, സിംഗ്വാദ് എന്നീ 2 ഗ്രാമങ്ങളിലാണ് കേസിലെ 9 പ്രതികൾ താമസിക്കുന്നത്. ബാക്കി 2 പ്രതികൾ മറ്റ് ഗ്രാമങ്ങളിലാണ്. ഈ പ്രതികളിൽ ചിലർ വീടുകളിൽ നിന്ന് പോയി ഒരാഴ്ചയായെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ എല്ലാവരെയും വിധി വരുന്നതിന്റെ തലേ ദിവസം വരെ കണ്ടവരും അവിടെ സ്ഥലവാസികൾ കണ്ടു എന്നുള്ള ഒരു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടിയും രാഷ്ട്രീയപരമായി സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നതും ഗുജറാത്തിലെ BJP സംഘപരിവാർ സർക്കാരാണ്. ഈ ജയിൽ കഴിഞ്ഞ വർഷത്തെ 2022 സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചപ്പോൾ അതിന്റെ ഭാഗമായി ഈ പ്രതികളെ എല്ലാവരെയും ജയിൽ മോചിതരാക്കി 14 വർഷത്തിന് ശേഷം ജയിൽ മോചിതരാക്കുന്ന ഒരു നടപടിയും കാണുകയുണ്ടായി. കൊടും കുറ്റവാളികളാണ് ഇവർ. ഇവരുടെ പേരിൽ 11 കൊലപാതക കേസുകളും 3 കൂട്ടബലാത്സംഗ കേസുകളും ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലായിരുന്നു ഈ 11 പ്രതികളെയും BJP സർക്കാർ നേരിട്ടിടപെട്ട് സംഘപരിവാർ പ്രവർത്തകരായ ഈ 11 പേരെയും ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. ഇതെന്തായാലും ഇന്നലെ കോൺഗ്രസ് നേതാവ് അഭിഷേക് കുമാർ സിംഗ്വി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പുറത്ത് ഈ ഒരു വിധി വന്നിരുന്നാലും BJP ഈ പ്രതികളെ സഹായിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന തരത്തിലുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഈ ഒരു നിലപാടിനെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ 2 ആഴ്ചയ്ക്കകത്തും കീഴടങ്ങണമെന്നുള്ള വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് ദാഹൂദ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ആ പ്രതികളെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും ഈ ഒരു കീഴടങ്ങണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഔദ്യോഗികപരമായ വിശദീകരണവും ഗുജറാത്ത് ഭരിക്കുന്ന BJP സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടപ്പോൾ ഇപ്പോഴുള്ള അവരുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇവരെ കാണാനില്ല, ഇവർ ഒരാഴ്ചയായി വീടുകളിലില്ല. പക്ഷെ സ്ഥലവാസികൾ പറയുന്നുണ്ട് ഈ സുപ്രീം കോടതി വിധി വരുന്നതിന്റെ തലേ ദിവസം വരെ ഇവരെ ആ സ്ഥലങ്ങളിൽ കണ്ടവരുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ദാഹൂദ് SP-യും തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇവരെ കീഴടങ്ങുന്ന കാരണം 2 ആഴ്ചയാണ് ഈ പ്രതികൾക്ക് കീഴടങ്ങുവാൻ വേണ്ടി സുപ്രീം കോടതി സമയം അനുവദിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസ് പോലും കൈമലർത്തുകയാണ്. ഈ പ്രതികൾ എവിടെയാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ BJP ഗുജറാത്ത് ഭരിക്കുന്ന BJP അധികാരികളുടെയും പ്രത്യേകിച്ച് സംഘപരിവാർ RSSന്റെയും ഒരു സഹായം ഈ പ്രതികൾക്ക് ഒളിവിൽ കഴിയാനുള്ള തരത്തിൽ കുറ്റവാളികൾക്ക് ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം പുറത്തുനിന്ന് ലഭിക്കും എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല. കാവ്യ, ശരി. PJ അരുണാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.